ഈ ബിഗ് ബോസ് തുടങ്ങിയണക്കെ ഇത്ര ദിവസം 85ാമത്തെ ദിവസം കൊണ്ടായെന്ന് പറയുന്നത് കേട്ടു. ഇത്രയും ദിവസത്തിനിടയ്ക്ക് കിച്ചണിൽ കയറി ഒരു പണിയെടുക്കാത്ത ഒരു നൂറ ദാ ഇന്ന് കിച്ചണിൽ കയറിയിട്ട് നമ്മുടെ സ്റ്റൗ ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കണേ ഓരോ കാഴ്ചകൾ നമ്മുടെ മുന്നിൽ കാണുന്നത്. നൂറയുടെ ആ ഒരു ക്യാപ്റ്റൻസി മോശമായിരുന്നെന്ന് ആരും പറയാൻ പാടില്ല. അത് ഭയങ്കര ഷെയിമല്ലേ. ഇന്ന് ലൈവിൽ 3-4 പ്രാവശ്യം പറഞ്ഞു. പിന്നെ അവിടെ വൃത്തിയാക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അത് അനുമോളായിരുന്നു. അത് രാവിലത്തെയും ഉച്ചക്കത്തെയും കൂടെയുള്ള അനുമോളുടെ പുറത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അനുമോൾ സ്വയം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ ഇവിടെ വൃത്തിയാക്കാൻ ആരുമില്ല. അതുകൊണ്ട് ദാണ്ട ഇത്ര നാൾ കാണാത്തൊരു കാഴ്ചയാണ് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി ദാണ്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റൗവും സർഫേസും വൃത്തിയാക്കുന്ന നൂറ. ഒരു ക്യാപ്റ്റനായ നൂറയ്ക്ക് ഇവിടെ ഒരു വിലയുമില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു ക്യാപ്റ്റൻ ഈ വീട്ടിലൊരു വിലയുമില്ലേ? ക്യാപ്റ്റനാണോ കിച്ചൺ വൃത്തിയാക്കേണ്ടുന്നത്? കിച്ചണും വെസൽസും ടോയ്ലറ്റും ഒക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്ത ആ ഒരു ക്യാപ്റ്റനാണോ ഈ കിച്ചണിൽ നിന്നിട്ട് ഈ ജോലിയൊക്കെ എടുക്കുന്നത്? അതും കിച്ചൺ സർഫേസ് എല്ലാം വൃത്തിയാക്കുന്നു, സ്റ്റൗ വൃത്തിയാക്കുന്നു. അവിടെ പുരുഷാധിപത്യത്തിലുള്ള കുക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്ബർ, ഷാനവാസ്, നെവിൻ, നമ്മുടെ സാബുമാൻ ഇവരെല്ലാവരും ഉണ്ട് അവിടെ കുക്ക് ചെയ്യാൻ. അനീഷ് അവിടെ വെറും നോക്കിക്കൊണ്ട് മാത്രം നിൽക്കുകയാണ് അവർ ചെയ്യുന്നതൊക്കെയും. അതിനിടയിലാണ് ഈ ഒരു കാഴ്ച വന്നത്. നൂറ വൃത്തിയാക്കുന്നു കിച്ചൺ. എത്ര നല്ല സ്വഭാവം, എത്ര നല്ല വ്യക്തിത്വത്തിനുടമയായ നമ്മുടെ നൂറയ്ക്ക് നിങ്ങൾ പ്രത്യേകം എന്തെങ്കിലും പരിഗണന ചെയ്യണം കേട്ടോ പ്രേക്ഷകരെ.